ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എക്സസൈസ് 1.2 നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. എവറി ഇറാഷണൽ നമ്പർ ഇസ് എ റിയൽ നമ്പർ. എല്ലാ ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പറാണെന്നാണ് പറയുന്നത്. ഓക്കെ, റിയൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? റിയൽ നമ്പർ മീൻസ് ഇറാഷണൽ നമ്പർ ആൻഡ് റാഷണൽ നമ്പർ, ഇതിന് രണ്ടും കൂടി ടുഗെദർ നമ്മൾ പറയുന്ന പേരാണ് റിയൽ നമ്പർ. ഓക്കെ, റിയൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ എന്തൊക്കെ പെടും? റാഷണൽ നമ്പറും പെടും, ഇറാഷണൽ നമ്പറും പെടും. രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ഇറാഷണൽ നമ്പേഴ്സും എന്താണ്? റിയൽ നമ്പേഴ്സാണ്. സോ ഇറ്റ് ഇസ് ട്രൂ. ഓക്കെ, അടുത്തത്, എവറി പോയിന്റ് ഓൺ നമ്പർ ലൈൻ ഇസ് ഓഫ് ദ ഫോം റൂട്ട് എം വെർ എം ഇസ് എ നാച്ചുറൽ നമ്പർ. അതായത് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ റൂട്ട് എടുത്തു. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ? 1, 2, 3, 4 എക്സെട്ര, ഇതെല്ലാമാണ് എൻ്റെ നാച്ചുറൽ നമ്പർ. ഇതിൻ്റെ റൂട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂസ്, കിട്ടുന്ന ഉത്തരങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ഉത്തരങ്ങളെല്ലാം നമ്പർ ലൈനുമേ ഉണ്ടാവും. ഓക്കെ, അതായത് അതുണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ലൈനിൽ ഉണ്ടാവുന്ന എല്ലാ പോയിന്റുകളും നമുക്ക് ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്നവർ പറയുന്നത്. ഓക്കെ, അതായത് ഞാനൊരു റൂട്ട് എം കണ്ടുപിടിക്കുകയാണ്. റൂട്ട് എം. ഓക്കെ, ഈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇവർ പറയുന്നത് ഇത് ഞാൻ സോൾവ് ആക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, എനിക്ക് നമ്പർ ലൈനിലുള്ള എല്ലാ നമ്പേഴ്സും കിട്ടുമെന്ന്. ഓക്കെ, നമ്പർ ലൈനിൽ വരുന്ന എല്ലാ പോയിന്റുകളും എനിക്ക് കിട്ടും. പക്ഷേ ഇത് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്, എം എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആയിരിക്കും എന്ന്. ഓക്കെ, പക്ഷെ നമ്മുടെ നമ്പർ ലൈനിൽ എങ്ങനെയാണ്? നമ്പർ ലൈനിൽ നമുക്ക് എങ്ങനെയാണ്? 0, 1, 2, 3 എക്സെട്ര അങ്ങനെ ഉണ്ടാവും. നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടാവും. ശരിയല്ലേ? ഞാൻ എപ്പോഴെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിൻ്റെ ഒരു റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് എന്നൊരു ആൻസർ കിട്ടുമോ? ഇപ്പം ഞാൻ പറയാം റൂട്ട് 1 അല്ലെങ്കിൽ റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 10,000 ഏതെടുത്ത് കഴിഞ്ഞാലും എനിക്ക് നെഗറ്റീവ് ഒരു വാല്യൂ കിട്ടുമോ? ഒരിക്കലും ഇല്ല. ശരിയല്ലേ? ഒരിക്കലും എനിക്ക് നെഗറ്റീവ് ആൻസർ ഒരിക്കലും കിട്ടില്ല റൂട്ട് നമ്പറിൻ്റെ. ശരിയല്ലേ? കാരണം എന്താ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അകത്ത് റൂട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? എവറി പോയിന്റ് ഓൺ നമ്പർ ലൈനിലെ എല്ലാ പോയിന്റും റൂട്ട് എം എന്നുള്ള ഫോമിലാണെന്ന്. അതായത് നാച്ചുറൽ നമ്പറിൻ്റെ റൂട്ട് എന്നുള്ള ഫോമിലാണെന്ന്. അല്ലേ? ഫോൾസ് ആണ്. ബിക്കോസ് വാട്ട്? നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവറി റിയൽ നമ്പർ ഇസ് എൻ ഇറാഷണൽ നമ്പർ. എല്ലാ റിയൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പർ എന്നാണ് അവർ പറയുന്നത്. ഇപ്പം ഞാൻ റിയൽ നമ്പർ പറയുകയാണ് 2 റിയൽ നമ്പറാണ്. ശരിയല്ലേ? പക്ഷേ ഇത് ഇറാഷണൽ ആണോ? അല്ല. കാരണം എനിക്കെന്താ? ഇതിനെ 2/1 എന്ന് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? p/q എഴുതാൻ പറ്റും. അപ്പം അതുകൊണ്ട് എന്താ? ഇത് ഇറാഷണൽ അല്ല. ശരിയല്ലേ? എനിക്ക് റിയൽ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ? റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഷണലും റാഷണലും ഒരുമിച്ചുള്ള, അതായത് റാഷണൽ നമ്പേഴ്സിനെ ഇറാഷണൽ നമ്പേഴ്സിനെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം എല്ലാ റിയൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പറുകളല്ല. ഓക്കെ, റിയലിനകത്ത് എന്തൊക്കെ പെടും? ഇറാഷണലും ഉണ്ടല്ലോ. അപ്പം ഞാൻ 2 എടുത്തു. 2 റാഷണലാണ്, പക്ഷേ ഇറാഷണൽ അല്ല. ശരിയല്ലേ? അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും ഇറാഷണലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ച് റിയൽ നമ്പേഴ്സ് റാഷണലുമാണ്, കുറച്ച് റിയൽ നമ്പേഴ്സ് ഇറാഷണലുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ റിയൽ നമ്പേഴ്സും ഇറാഷണൽ അല്ല, അതും ഫോൾസ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? ആർ ദി സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഇറാഷണൽ. ഓക്കെ, എല്ലാ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇറാഷണൽ നമ്പർ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? 1, 2, 3 ഇതെല്ലാം പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ്. ശരിയല്ലേ? -1, -2 ഒക്കെയാണ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൂട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1 എടുത്തു, 2 എടുത്തു, 3, 4 അങ്ങനെ ഞാൻ എടുത്തെടുത്ത് പോവാം. ഇതിനൊക്കെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും, അതായത് എല്ലാ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇറാഷണൽ നമ്പർ ആയിരിക്കുമോ അല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നത്. റൂട്ട് 1 എന്ന് പറയുമ്പോൾ എന്താ? എനിക്ക് ഇറാഷണൽ കിട്ടും. 1 സംതിങ് എന്ന് വരും. 2 അതുപോലെ തന്നെ എനിക്ക് പോയിന്റ് ഉള്ളത് കിട്ടും, ഇറാഷണലായിട്ട് കിട്ടും. റൂട്ട് 3 എനിക്ക് അതുപോലെ തന്നെ കിട്ടും. റൂട്ട് 4 എന്താ? 2 സ്ക്വയർ അല്ലേ? ശരിയല്ലേ? 2 സ്ക്വയർ ആണ് റൂട്ട് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അപ്പം എന്താ? എല്ലാ പോസിറ്റീവ് ഇൻറ്റീജേഴ്സും ഇറാഷണൽ ആണോ? അല്ല. ശരിയല്ലേ? ഇത് റാഷണലല്ല. ശരിയല്ലേ? പിന്നെ അടുത്തത് ഇപ്പം ഞാൻ പറയാം 9, റൂട്ട് 9 എനിക്ക് കിട്ടും. റൂട്ട് 9 എത്രയാ? 3. അപ്പം ഇതും എന്താ? ഇറാഷണൽ അല്ല. ശരിയല്ലേ? അപ്പം എല്ലാ പോസിറ്റീവ് ഇൻറ്റീജേഴ്സും എന്തല്ല? ഇറാഷണൽ അല്ല. ഓക്കെ, അപ്പോൾ ഇഫ് നോട്ട് ഗിവൻ എക്സാമ്പിൾ ഓഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ്, അത് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ ഏതോ നിങ്ങൾക്ക് ഇത് കൊടുക്കുക. റൂട്ട് 4 ഇസ് ഈക്വൽ ടു 2. 2 ഒരു റാഷണൽ നമ്പറാണ്. ഓക്കെ, സോ എല്ലാം ഇറാഷണൽ അല്ല, അതാണ്. ഓക്കെ, പിന്നെ റൂട്ട് 9 കൊടുക്കുക. റൂട്ട് 9 ഇസ് ഈക്വൽ ടു 3. ഓക്കെ, സോ 3 ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ, അങ്ങനെ കൊടുക്കാം.
അത് 2 എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. അടുത്തത് ഷോ ഹൗ റൂട്ട് 5 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ റൂട്ട് 5 എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഓക്കെ. നേരത്തെ നമ്മൾ റൂട്ട് 3 വരയ്ക്കാനൊക്കെ പഠിച്ചിരുന്നു. ഓക്കെ. അതുപോലെ തന്നെയാണ് റൂട്ട് 5 വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നമ്പർ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ. 0 1 2 3 അങ്ങനെ. ഓക്കെ. 4 ഇപ്പുറത്തേക്ക് തന്നെ -1 -2 -3 അത്രയും മതി. ഓക്കെ. എന്നിട്ട് 0 to 1 മാർക്ക് ചെയ്യുക. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൂട്ട് 2 കൺസ്ട്രക്ട് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനിലും സെയിം സ്റ്റെപ്പുകളാണ്. റൂട്ട് 2 കൺസ്ട്രക്ട് ചെയ്യുക, റൂട്ട് 3 കൺസ്ട്രക്ട് ചെയ്യുക, റൂട്ട് 4 കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് റൂട്ട് 5. അങ്ങനെ ഓർഡറിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ എന്താ 0 1 മാർക്ക് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക, 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, ജോയിൻ. അപ്പോൾ O A ഇത് B. ഓക്കെ. ഇതിൻ്റെ റൂട്ട് 2. ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് റൂട്ട് 3 കൺസ്ട്രക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബേസ് ആയിട്ട് വിചാരിക്കുക. എന്നിട്ട് ഈ B എന്നുള്ള പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക. ഇത് 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക, ഇത് ജോയിൻ ചെയ്യുക. ഓക്കെ. ഇതിന് അടുത്ത പേരിടുക, ലൈക്ക് മേ ബി D. ഓക്കെ. ഇതിൻ്റെ റൂട്ട് 3. ഓക്കെ. ഇനി എന്താ അടുത്തത് ചെയ്യേണ്ടത്? അടുത്തത് ഇതിനെ നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇതിൽ 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക, 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ. ഇതിന് വേറൊരു പേരിടുക, ലൈക്ക് CO എന്ത് ഇഷ്ടമുള്ള ലെറ്റർ ഇടുക. ഓക്കെ. ഇപ്പോൾ റൂട്ട് 3 ആയി. നെക്സ്റ്റ് റൂട്ട് 4 ആണ്. ഓക്കെ. റൂട്ട് 4 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇനി അടുത്ത എന്താ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? ഇത്. എന്നിട്ട് ഇത് നമ്മൾ 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ. ഇതിനെ ബേസ് ആയിട്ട് വിചാരിക്കുക. അതിൻ്റെ പ്രൊട്രാക്ടർ നമ്മൾ റൂട്ട് 3 ഒക്കെ വരച്ചത് അതുപോലെ തന്നെ സെയിം. ഓക്കെ. പ്രൊട്രാക്ടർ നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് വെക്കുക, 0 കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്ത് വെക്കുക, 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക, 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഇതിന് വേറൊരു പേരിടുക. ഓക്കെ. ഇതാണ് എൻ്റെ റൂട്ട് 4. ഓക്കെ. സെയിം തന്നെ പിന്നെയും ചെയ്യുക. എനിക്ക് എത്രയാണ് വേണ്ട? റൂട്ട് 5 അല്ലേ? സെയിം തന്നെ ചെയ്യുക. നമ്മളെന്താ ചെയ്യേണ്ടത്? ഇത് ബേസ് ആയിട്ട് വിചാരിക്കുക. ഇത് പ്രൊട്രാക്ടർ കൊണ്ടൊന്ന് അതിൽ വെക്കുക, 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക, 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ. ഇതിന് ഒരു പേരിടുക, എന്ത് ഇഷ്ടമുള്ള ലെറ്റർ ഇടുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇത് മെഷർ ചെയ്യുക. ഏത്? OS എന്ന് പറയുന്ന ഈ ലെങ്ത്ത് മെഷർ ചെയ്യുക. അതായത് കോമ്പസിൻ്റെ ഒരു ലെഗ് ഇവിടെ വെക്കുക, അപ്പുറത്തെ ലെഗ് കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രൊട്രാക്ടർ വന്നിട്ട് കറക്റ്റായിട്ട് ആ കോമ്പസ് തിരിച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക ഇങ്ങനെ. ഓക്കെ. അപ്പോൾ ആ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്പർ ലൈനിൽ എവിടെയാണോ വരുന്നത് അതായിരിക്കും റൂട്ട് 5. അങ്ങനെയാണ് നമ്മൾ റൂട്ട് 5 ഓൺ നമ്പർ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു എക്സസൈസ്. ഇതൊരു സ്ക്വയർ റൂട്ട് സ്പൈറൽ വരയ്ക്കാനായിട്ട് ഇതിങ്ങനെ വരച്ച് ഇങ്ങനെ പോവുക. ഇപ്പോൾ നമ്മൾ 5 വരെ വരച്ച്, റൂട്ട് 5 വരെ, അങ്ങനെ റൂട്ട് 6 റൂട്ട് 7 അങ്ങനെ വരച്ച് പോയിട്ട് ഒരു ആക്ടിവിറ്റി പോലെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു എക്സസൈസ്. ഓക്കെ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.